ഞങ്ങളുടെ ഇപ്പോൾ റെഡി ആയിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇനി നേരെ പോയി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ ഫോട്ടോ പോയിങ്ങനൊരു സ്ഥലമുണ്ട്. ഈ റൂമിൻ്റെ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. അവിടെ ആയിട്ട് ഒരു ഫോട്ടോ പോയിന്ന സ്ഥലമുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അടുത്തായിട്ട് പോകാൻ പോണത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയേക്കാണ്. മിർച്ചീസ് റെസ്റ്റോറൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും അപ്പോൾ മുട്ടക്കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രം ഫോറസ്റ്റ് ഓർഡർ ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി കഴിച്ചിട്ട് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലോട്ട് പോകാൻ പോകാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. എല്ലാ ഷോപ്പിലും ഞങ്ങളിപ്പോൾ ഇന്നലെ വന്നപ്പോൾ തൊട്ട് കുറേ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ അവിടുത്തെയൊക്കെ ഫുഡ് നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഫുഡാണ്. പിന്നെന്താ, അതാ ഇപ്പോൾ പൈൻ ഫോറസ്റ്റിലാണ് ഉള്ളത്. ഇവിടെ ചുറ്റിനും പൈൻ മരങ്ങളാണ്. നല്ല തണുപ്പുണ്ട്. നല്ല രസമുള്ളൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ കുറേ ആളുകൾ ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഇരുന്നിട്ട്. ഞങ്ങളങ്ങനെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി പുറത്തോട്ട് ഇറങ്ങാണ്. നേരെ റൂമിലോട്ടാണ് പോകുന്നത്. റൂമിൽ പോയിട്ട് ഞങ്ങൾ 12 മണിക്കുമ്പോൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ ഇനി അവിടുന്ന് ബാഗൊക്കെ വേഗം പാക്ക് ചെയ്തിട്ട് വേറെ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. എവിടെയാണ് പോണേ ഫി? മറയൂരാ? മറയൂർ. അങ്ങനെ ഏതോ സ്ഥലത്തൊക്കെ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. എന്നിട്ട് ഇവിടെ നിന്ന് വിടാണ്. കഷ്ടപ്പെട്ട് വേണ്ടി പാക്ക് ചെയ്ത് കൊടുക്കുന്ന പാക്ക് ചെയ്യാതെ വെറും വീഡിയോ മൊബൈലും ക്യാമറ മാത്രം പിടിച്ച് നടക്കുന്നു. പാക്കിങ്ങിനൊന്നും സഹായിക്കുന്നില്ല. നടക്കണം. ഞങ്ങളുടെ ഇപ്പം മറയൂർ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലം. കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിട്ട് ചുറ്റിനും തേയിലത്തോട്ടങ്ങളാണ്. ചിരിച്ചിട്ട് ഹായ് പറഞ്ഞേ. ഹായ് ചിരിച്ച് ചിരിക്കി ചിരിക്കി ചിരിച്ച് കാണിച്ചു കൊടുത്ത്. കിടിലം പ്ലേസ് ആണ്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല കിടിലം പ്ലേസ് ആണ്.
ഇപ്പോൾ ഇതാ ഇവിടെ നിങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവാക്ക് കുറച്ച് വെള്ളം എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കടയിൽ നിർത്തി ഒരു കുഞ്ഞു കടയാട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു കരിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഉള്ളിൽ കുറേ പരിപ്പ് വട ഉഴുന്ന വട ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞാപ്പി കരിക്കിൻ്റെ ഉള്ളൊന്നും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു, പക്ഷേ അകത്തുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കൂടുതൽ ഇത്രയൊക്കെ കിട്ടിയിട്ടല്ലേ. വ്ളോഗ് ചെയ്യുന്ന ആൾ മാറിയിട്ടുണ്ട്. കാരണം ആളുള്ളിൽ ഹോസ്പിറ്റലിൽ ഇരുന്നോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴി നൈസായിട്ട് എൻ്റെ ബൈക്ക് പോയിട്ട് സാമിൻ്റെ ബൈക്കിൽ കൊണ്ടുവന്ന് അടിച്ച്. സാമിൻ്റെ വൈഫ് ഉണ്ടായി ബാക്കിൽ ബിൻസിൽ കാലിൽ ഫൂട്രസ്റ്റ് പോയിട്ട് എൻ്റെ ഫൂട്രസ്റ്റ് ക്ലാഷിലാണോ എന്താ പോയിട്ട് അടിച്ചിട്ട് എല്ലൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചാതണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം ഇവിടെ ശാസ്ത്ര ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ 12 കൊല്ലം മുന്നേ വരാൻ നേരത്തെ ഒരു ലോഡ്ജായിരുന്നു. ഞാനത് താമസിച്ച സെയിം റൂമിലാണ് ഇപ്പോൾ കിടത്തിയിട്ടുള്ളത്. അത് കാരണം എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചായിരിക്കും ഒരു അടി കൊണ്ടിട്ട്. കാരണം ഒരു 12 കൊല്ലം മുന്നേ സാമ വരുമ്പോൾ ഇത് ലോഡ്ജായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ സെയിം റൂമിലാണ് ഇപ്പോൾ പിൻസി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കിടക്കണം. അപ്പോൾ ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. ഇവയും സുലു അതിനകത്തുണ്ട്. എടാ ഏജ് പണി പാടി ഏജ് വെക്കണം. ഏജ് അറിയണോ? 28 27 അപ്പോൾ വരുന്നു. ഇതൊന്നും പ്രശ്നം ചതഞ്ഞൊരു ഏജിന് തല്ലൂടണം. ഒരാളെ കാല് ഇതായിക്കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തിരുന്ന ഓറഞ്ച് തിന്നുന്ന വേറൊരാൾ. ഷോർട്ട് ഫിലിം ആക്കുന്ന നല്ല ഫീലുണ്ട്. എന്ത് ഫീലാന്ന് മാത്രം അറിയില്ല. അമ്മേന്റെ കാലടിക്കും വിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. ഇപ്പോൾ 4:30 ആയിട്ടാണ് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ അതാ പ്രത്യേകിച്ച് കാര്യമായിട്ടില്ല. അപ്പോൾ ബിരിയാണി ഉണ്ട്, മീൽസ് ഉണ്ട്. അപ്പോൾ 2 പേര് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ മീൽസ് ഓർഡർ ചെയ്തത്. കുഞ്ഞാപ്പി അപ്പോൾ ഇവിടുത്തെ ചോറൊന്നും കഴിച്ചില്ല. ഇവാക്ക് ഒരു മാസം വെച്ചിട്ട് കട്ടി കരിമ്പും തോട്ടങ്ങളാട്ടോ. അതാ ഇവിടെ കുറേ കരിമ്പും തോട്ടമുണ്ട്. അപ്പോൾ ഇവിടെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ശർക്കര എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്.
പോലത്തെ ഒരു സംഭവത്തിനകത്ത് ഇട്ടിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് കത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ തന്നെ സംഭവമാണ്. ഈ കരിമ്പിൻ്റെ തന്നെ വേസ്റ്റ് വെച്ചിട്ടാണ് അവരത് കത്തിക്കുന്നത്. പ്രോസസ് ഒക്കെ എങ്ങനെയാ? ഇത് നമ്മൾ ഈ കൃഷിയല്ലേ ഇതിനകത്തോട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യും, വർക്കാൻ തുടങ്ങും. ബെൽറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് നമ്മൾ കരിമ്പെടുത്ത് ഇതിലോട്ട് കൊടുക്കുക. ഇത് കൊടുക്കുന്ന സമയം ഇതുവഴി ജ്യൂസ് ഈ ചെറിയ പാത്രത്തിലോട്ട് വരും. പിന്നെ ഇവിടെ നമ്മൾ തനിച്ച് മോട്ടർ വെച്ചിട്ടുണ്ട്. ഈ മോട്ടറിൽ കൂടെ ജ്യൂസ് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് പോലെ ടാങ്കിലോട്ട് വരും. പിന്നെ ടാങ്കിൽ നിറഞ്ഞ് ഒരു 600 ലിറ്റർ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒഴിക്കും. പിന്നെ അതൊരു 3 മണിക്കൂർ ഇതിനകത്ത് ഈ പാത്രത്തിൽ വെന്തതിന് ശേഷം നമ്മൾ അത് കൊപ്രയില്ലേ ഇതിനകത്ത് മറിക്കും. പിന്നെ ഒരു മണിക്കൂർ ഇത് ഉണങ്ങണം. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കയ്യിൽ ഉരുട്ടിയെടുക്കും. വെച്ചിട്ട് പിന്നെ 3 മണിക്കൂർ സമയം തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചിട്ട് അത് കുറുകും. കുറുകി വറ്റി നമ്മളൊരു പരുവുണ്ട്. പാകം എത്താൻ നേരത്ത് ഇത് കട്ട് ചെയ്ത് വെച്ചാൽ ഇത് വലിച്ച് ഇതിനകത്ത് നേരെ നടത്തിയിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഒരു പരുവാക്കിയിട്ട് ശേഷം നമ്മളിപ്പോൾ ഉള്ളത് ആനക്കൊട്ടപ്പാറ പാർക്കിലാണ്. അപ്പോൾ അതാ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഉള്ളതിൽ കിടിലം വഴിയാട്ടോ. ഫുള്ള് ഹെയർ പിൻസ് ആണ്. മൂന്നാർ ഫുൾ ഹെയർ പിൻസ് ആണല്ലോ, പക്ഷെ എന്നാലും ഇതെന്ന് പറഞ്ഞാൽ നല്ല കുത്തനുള്ള കയറ്റങ്ങളാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കയറി വരാനായിട്ട്. അടുത്തതായി ഇവിടെ ഇപ്പോൾ ആനക്കൊട്ടപ്പാറ പാർക്ക് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ 10 രൂപ എൻട്രി ഫീ കൊടുത്തു. അണ്ട് ഇവിടെ എന്താ കാണാനുള്ളതെന്ന് എനിക്കറിയില്ല. കുറച്ച് ദൂരം നടക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മളൊരു മല കയറി പോവുകയാണ് ഇങ്ങനെ. ഈ കാണുന്നതാണ് മുനിയറ എന്ന് പറയണേ. ഇത് നമ്മുടെ പണ്ട് സ്വാമിമാരൊക്കെ ധ്യാനിച്ചിരുന്ന സ്ഥലമാണ്. അവരൊക്കെ ഇതിന്റെ മേലെ കയറി ഇരുന്നിട്ടാണ് മഴ വെയിൽ കൊള്ളാതിരിക്കാൻ അതിന് മുകളിൽ അവിടെ ഈ സാധനം പണിയുന്നത്. സാധാരണ മേളിലാണല്ലോ ഇരിക്കാറ്. എന്താ ഉള്ളതെന്നറിയോ, ഇവിടെ കുറെ ഇങ്ങനെ കുറെ പാറക്കല്ലുകളൊക്കെ വെച്ചിട്ട് കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പണ്ട് സന്യാസിമാര് ധ്യാനിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു. ഇതിന്റെ ഉള്ളിലിരുന്നിട്ടാണ് അവര് ഇങ്ങനെ ഏകാന്തതയൊക്കെ അന്വേഷിച്ച് പോകൂല. അപ്പൊ ഇതിന്റെ ഉള്ളിലിരുന്നായിരുന്നു അവര് ധ്യാനിച്ചോണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ കുറെ ഉണ്ട്. ഇവിടെ ഫുൾ ഇതാണ് കാണാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. കംപ്ലീറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ദൂരെയൊക്കെ ഉണ്ട്. കുറെ മുനിയറകളുണ്ട്. ഇവിടെ ഇങ്ങനെ പാറക്കല്ലുകൾ വെച്ചേക്കാട്ടാ. 3 കല്ലുണ്ട്. മേലെ ഒരു കല്ലും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കല്ലിന്റെ അതുകൊണ്ട് എന്താ ഇതൊന്നും കൊള്ളൂല. വെയിലും മഴയൊന്നും ഏൽക്കാണ്ട് അവർക്ക് അതിനകത്ത് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടുത്തെ കല്ല് പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നു. മേലത്തെ കല്ല് കാണാനില്ല. അല്ല അടിച്ചോണ്ട് പോയാണോന്ന് അറിയത്തില്ല. കല്ല ഇതായിട്ട് ഇവിടെ ഒരു കുരിശുണ്ട്. അതാ ഒരു വെള്ള കളറിലുള്ള ഒരു കുരിശുണ്ട്. അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ചുറ്റിനും ഒരു ബോർഡർ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു വെള്ള ബോർഡർ ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് സംഭവം എന്ന് അറിയില്ല. അങ്ങോട്ടേക്ക് കയറാൻ പാടില്ല. എന്താണാവോ. അപ്പൊ ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കാണാനായിട്ട്. ഇവിടെ വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാണ്. കഴിഞ്ഞു. കുഞ്ഞാണെങ്കിൽ ഉറങ്ങിയും പോയി. അവളെ തോളത്തിട്ട് നടക്കണം. അപ്പൊ ഒരുപാട് ഇവിടെ നിക്കണില്ല. തിരിച്ചിറങ്ങാണ്. ഞണ്ടി വരുന്നുണ്ട്. കാലൊക്കെ എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ടിട്ട് എന്നിട്ടും മല കയറുന്നുണ്ട്. ഇവിടെ 6 മണി വരെ ഉള്ള സമയം. 3 മണി തൊട്ട് 6 മണി വരെയാണ് ഇവിടെ ടൈം എഴുതി വെച്ചേക്കുന്നത്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല എന്നാ പറയണേ. ആക്ച്വലി ഇന്ന് തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ വന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു ആക്സിഡന്റ് ഒക്കെ ആയതുകൊണ്ട് എന്തായാലും ഇനി പോക്കൊന്നും നടക്കില്ല. അതുകൊണ്ട് തൽക്കാലം ഇവിടെ തന്നെ എവിടെയെങ്കിലും നിൽക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാ ഇനിയിപ്പോൾ അടുത്ത സ്ഥലം എവിടെയാണെന്ന് നമുക്ക് പോയിട്ട് വരാം.